സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ തടയാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന വാഹന പരിശോധന തുടങ്ങി. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കുക. സുരക്ഷിതമായിട്ടുള്ള ഒരു വാഹനം ഓടിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ്. നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് ജില്ലാ പോലീസ് മേധാവിമാരും ജില്ലാ RTOമാരും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപകട മേഖലകൾ, ദേശീയ സംസ്ഥാന പാതകൾ, സ്കൂൾ കോളേജ് പരിസരങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഗ്രാമീണ പാതകളിലേക്ക് ഇറങ്ങിച്ചെന്നും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. മദ്യപിച്ച് വാഹനമോടിച്ചാലും അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചാലും പിഴയ്ക്ക് പുറമെ ഉടനടി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. കൂടാതെ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെയും അമിത വേഗത, അപകടകരമായ ഓവർടേക്ക്, ഇഷ്ടത്തിനനുസരിച്ച് വാഹനങ്ങൾ മോടിക്കൂട്ടൽ തുടങ്ങി ഓരോ നിയമലംഘനങ്ങൾക്കുമെതിരെ കർശന നടപടിയെടുക്കും. നിലവിൽ നിരത്തുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾ എല്ലാം കുറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഹെൽമറ്റ് വെച്ച് സുരക്ഷിതമായിട്ടുള്ള ഈ ഒരു യാത്ര തന്നെയാണ് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അപകടങ്ങൾ പലയിടങ്ങളിലായിട്ട് സംഭവിക്കുന്നു. നമ്മൾ കാണാറുണ്ട്, വാർത്തകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപകടങ്ങൾ പലയിടങ്ങളിലായിട്ട് സംഭവിക്കാറുണ്ട്. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകാനും എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാർക്കും NOC നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 16 വരെയാണ് സംയുക്ത പരിശോധന. 24 തിരുവനന്തപുരം.